إن الحمد لله نحمده ونستغفره اللهم صل وسلم وبارك عليه. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുഹൃത്തുക്കളെ, എല്ലാം അള്ളാഹു മുൻകൂട്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യനെ എന്തിനാണ് വിചാരണ ചെയ്യുന്നത്? എൻ്റെ വിധി നേരത്തെ എഴുതി വെച്ചതാണെങ്കിൽ ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ എങ്ങനെ ഉത്തരവാദിയാകും? അപ്പോൾ മനുഷ്യന് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമൊന്നുമില്ലല്ലോ. ഈ ചോദ്യങ്ങൾ പുതിയതല്ല, നൂറ്റാണ്ടുകളായി ആളുകൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണിവ. പക്ഷേ ഈ സംശയങ്ങൾ ഉണ്ടാകുന്നത് ഖദർ എന്ന വിഷയത്തിൻ്റെ 4 അടിസ്ഥാനങ്ങൾ ഒരുമിച്ച് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഒരു അടിത്തറയിലെ ഒരു കല്ല് മാത്രം നോക്കിയാൽ മുഴുവൻ കെട്ടിടവും മനസ്സിലാകില്ല. അതുപോലെ ഖദറിലെ ഒരു ഭാഗം മാത്രം എടുത്താൽ ആശയക്കുഴപ്പം സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ ഖദറിനെ 4 അടിസ്ഥാന ഘടകങ്ങളായി വിശദീകരിച്ചത്. 1. അള്ളാഹുവിൻ്റെ അറിവ്. 2. അള്ളാഹുവിൻ്റെ രേഖപ്പെടുത്തൽ. 3. അള്ളാഹുവിൻ്റെ ഇച്ഛ. 4. അള്ളാഹുവിൻ്റെ സൃഷ്ടിക്കൽ. ഈ 4 കാര്യങ്ങളും ഒരുമിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഖദറിനെ കുറിച്ചുള്ള മിക്ക സംശയങ്ങൾക്കും വ്യക്തമായ മറുപടി ലഭിക്കൂ. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിൻ്റെ അറിവിനെ കുറിച്ചാണ്. നമ്മുടെ അറിവ് ഭൂതം, വർത്തമാനം, ഭാവി എന്നിങ്ങനെ കാലങ്ങളാൽ പരിമിതപ്പെട്ടതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് അങ്ങനെയല്ല. സൃഷ്ടാവായ അള്ളാഹു കാലത്തിന് അതീതനാണ്, സമയത്തിന് അതീതനാണ്. ഇത് വ്യക്തമാക്കുന്ന ഇസ്ലാമിക പ്രമാണങ്ങളും യുക്തികളും നമുക്കൊന്ന് പരിശോധിക്കാം. അള്ളാഹു ആദ്യനും അവസാനനുമാണ്. അള്ളാഹുവിന് തുടക്കമോ ഒടുക്കമോ ഇല്ല എന്ന് ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം. അവനാണ് ആദ്യനും അവസാനനും, പ്രത്യക്ഷനും പരോക്ഷനും. അവൻ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. ഈ ആയത്തിലെ അൽ അവൽ, അൽ ആഖിർ എന്നീ നാമങ്ങളെ വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ച ഒരു ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. അല്ലാഹുവേ, നീയാണ് ആദ്യൻ, നിനക്ക് മുമ്പ് ഒന്നുമില്ല. നീയാണ് അവസാനൻ, നിനക്ക് ശേഷം ഒന്നുമില്ല. മുമ്പോ ശേഷമോ ഇല്ല എന്ന് പറയുമ്പോൾ അവിടെ സമയം എന്ന അളവുകോലിന് പ്രസക്തിയില്ല എന്നാണ് അർത്ഥമാക്കുന്നത്. സൃഷ്ടികൾ ഉണ്ടാകുന്നതിന് മുമ്പും അള്ളാഹു ഉണ്ടായിരുന്നു. കാനല്ലാഹു വലം യകുൻ ശൈഉൻ ഗൈറുഹു. അള്ളാഹു ഉണ്ടായിരുന്നു, അവനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അള്ളാഹുവിൻ്റെ നിലനിൽപ്പ് സൃഷ്ടിക്കപ്പെട്ട ഈ പ്രപഞ്ചത്തെയോ നമ്മുടെ സമയക്രമത്തെയോ ആശ്രയിക്കുന്നതല്ല. സമയം ഒരു സൃഷ്ടി മാത്രമാണ്. അല്ലാഹു ഖാലിഖു കുല്ലി ഷൈ. അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാകുന്നു. നാം ജീവിക്കുന്ന സമയവും സ്ഥലവും അല്ലാഹു സൃഷ്ടിച്ചതാണ്. ഒരു സൃഷ്ടാവ് ഒരിക്കലും താൻ സൃഷ്ടിച്ച സൃഷ്ടികൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുകയോ അതിന് വിധേയനാവുകയോ ഇല്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് നിർമ്മിച്ച വ്യക്തി ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടവനല്ല. അതുപോലെ കാലം സൃഷ്ടിച്ച അള്ളാഹു ആ കാലത്തിന് ഉള്ളിലല്ല, മറിച്ച് കാലത്തിന് പുറത്താണ്. ഇസ്ലാമിക വിശ്വാസ ശാസ്ത്രം നൽകുന്ന വിശദീകരണം, സമയം അഥവാ കാലം എന്നത് എപ്പോഴും മാറ്റങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇന്നലെ ചെറുപ്പമായിരുന്നു, ഇന്ന് പ്രായമായി, നാളെ മരിക്കും. എന്നാൽ യാതൊരു മാറ്റവുമില്ലാത്ത എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ അൽ ഹയ്യ് അല്ലാഹുവിന് ഈ കാലവ്യത്യാസങ്ങൾ ബാധകമല്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും കൃത്യമായ കാര്യം ഇതാണ്: സംഭവിച്ചു കഴിഞ്ഞതും ഇപ്പോൾ സംഭവിക്കുന്നതും ഇനി സംഭവിക്കാനിരിക്കുന്നതുമെല്ലാം അല്ലാഹു പൂർണ്ണമായി അറിയുന്നു. അവൻ അൽ അവല് അൽ ആഖിറുമായത് കൊണ്ടും അവന്റെ അറിവ് എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഖുർആൻ അത് ശരിവെക്കുന്നു. യഅലമു മാ ബൈന അയ്ദീഹിം വമാ ഖൽഫഹും. അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു. അള്ളാഹു എല്ലാ കാര്യങ്ങളെയും അറിവ് കൊണ്ട് പൂർണ്ണമായി ഉൾക്കൊണ്ടിരിക്കുന്നു. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം.
തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാകുന്നു. എന്താണ് ഈ അറിവ്? ഒരു മനുഷ്യൻ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ എന്തൊക്കെ ചെയ്യുമെന്നും അവന്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിലും അവൻ ഏത് വഴി തിരഞ്ഞെടുക്കുമെന്നും അള്ളാഹുവിന് മുൻകൂട്ടി അറിയാം. സൃഷ്ടാവിന് മുന്നിൽ അതെല്ലാം എപ്പോഴും തുറന്നു വെച്ച പുസ്തകം പോലെയാണ്. നാളെ നമ്മൾ സ്വന്തം ഇച്ഛയിലൂടെ എന്ത് തിരഞ്ഞെടുക്കുമെന്നത് അള്ളാഹുവിന് കൃത്യമായി അറിയാം. ഇത് മനുഷ്യനെ നിർബന്ധിക്കുന്നുണ്ടോ? ഇവിടെയാണ് പലർക്കും സംശയം വരുന്നത്. അള്ളാഹുവിനെ മുൻകൂട്ടി അറിയാമെങ്കിൽ ആ അറിവ് മനുഷ്യനെ കൊണ്ട് ഒരു പ്രവൃത്തി നിർബന്ധിപ്പിച്ച് ചെയ്യിക്കുന്നതാണോ? അല്ല. അള്ളാഹുവിനെ അറിയാമെന്നത് അവൻ നമ്മെ ആ പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിക്കുന്നു എന്നല്ല അർത്ഥമാക്കുന്നത്. അള്ളാഹുവിൻ്റെ അറിവ് കേവലം ഒരു വസ്തുതയാണ്. അത് മനുഷ്യന്റെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ യാതൊരു തരത്തിലും ഇടപെടുന്നില്ല. ഇത് മനസ്സിലാക്കാൻ വളരെ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു അധ്യാപകന് തൻ്റെ വിദ്യാർത്ഥികളെ നന്നായി അറിയാമെന്ന് കരുതുക. പരീക്ഷയ്ക്ക് മുമ്പ് അധ്യാപകൻ പറയുന്നു, നന്നായി പഠിക്കുന്ന ഈ കുട്ടി വിജയിക്കും, പഠിക്കാത്ത ഈ കുട്ടി പരാജയപ്പെടും. പരീക്ഷ കഴിഞ്ഞപ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഇവിടെ അധ്യാപകന്റെ അറിവാണോ കുട്ടിയെ പരാജയപ്പെടുത്തിയത്? അല്ല. കുട്ടി പഠിക്കാതിരിക്കുകയും തെറ്റായ ഉത്തരങ്ങൾ എഴുതുകയും ചെയ്തത് കൊണ്ടാണ് അവൻ പരാജയപ്പെട്ടത്. എന്നാൽ ഈ ഉദാഹരണം അള്ളാഹുവിന്റെ അറിവിനെ മനുഷ്യന്റെ അറിവിനോട് പൂർണ്ണമായും തുല്യമാക്കാനല്ല നാം പറയുന്നത്. കാരണം അധ്യാപകന്റെ നിഗമനം ചിലപ്പോൾ തെറ്റാം, എന്നാൽ അള്ളാഹുവിന്റെ അറിവ് ഒരിക്കലും തെറ്റുകയില്ല. ഈ ഉദാഹരണത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത് ഇത്രമാത്രമാണ്. ഒരു പ്രവൃത്തി നടക്കുമെന്ന് മുൻകൂട്ടി അറിയുന്നതും ആ പ്രവൃത്തി ചെയ്യാൻ ഒരാളെ നിർബന്ധിക്കുന്നതും തികച്ചും രണ്ടാണ്. അള്ളാഹുവിന്റെ അറിവ് സംഭവിക്കുന്ന കാര്യങ്ങളെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ട്, എന്നാൽ അതൊരിക്കലും മനുഷ്യനെ ബലമായി പ്രവർത്തിപ്പിക്കുന്നില്ല. അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് അവൻ തന്നെയാണ് ഉത്തരവാദി. അള്ളാഹുവിൻ്റെ അറിവ് എത്രത്തോളം വിശാലമാണെന്നും അവൻ എല്ലാം മുൻകൂട്ടി അറിയുന്നുവെന്നും നാം മനസ്സിലാക്കി. ഇത് കേൾക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ അടുത്തൊരു സംശയം ജനിക്കും. എല്ലാം അള്ളാഹുവിന് അറിയാമെങ്കിൽ എൻ്റെ വിധി അവൻ നേരത്തെ തന്നെ എവിടെയോ എഴുതി വെച്ചിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. ആ എഴുതി വെക്കപ്പെട്ട വിധിയെക്കുറിച്ചാണ് ഖദറിന്റെ രണ്ടാമത്തെ ഘടകം നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തൻ്റെ കൽപ്പന പ്രകാരം ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. സഹീഹ് മുസ്ലിമിലെ ഹദീസ് കാണാം, കതബല്ലാഹു മഖാദിറൽ ഖലായിഖി ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർദ് ബി50,000 സന. ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിക്കുന്നതിന് 50,000 വർഷം മുൻപ് അള്ളാഹു സൃഷ്ടികളുടെ എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തി. അതുപോലെ വിശുദ്ധ ഖുർആൻ അത് വളരെ വ്യക്തമായി പറയുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫി അൻഫുസികും ഇല്ലാ ഫി കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറത്തുൽ ഹദീദ്. ഭൂമിയിലോ നിങ്ങളുടെ ശരീരങ്ങളിലോ സംസാരിക്കുന്ന ഒരു കാര്യവും അതിനെ നാം സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെടാത്തതായി ഇല്ല. തീർച്ചയായും അത് അള്ളാഹുവിന് എളുപ്പമുള്ളതാകുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം, മാതാവിന്റെ ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ മലക്ക് 4 കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നു: ഉപജീവനം, ആയുസ്, കർമ്മങ്ങൾ, അന്തിമാവസ്ഥ. ഇനി സുഹൃത്തുക്കളെ, ഒരു പ്രധാന ചോദ്യം, അള്ളാഹു എഴുതിയതു കൊണ്ടാണോ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുന്നത്? ഉത്തരം അല്ല, ഒരിക്കലുമല്ല. എന്തുകൊണ്ട്? കാരണം അള്ളാഹുവിന്റെ രേഖപ്പെടുത്തൽ മനുഷ്യനെ നിർബന്ധിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തിയല്ല. അള്ളാഹുവിന്റെ അറിവിന് മനുഷ്യരുടെ അറിവ് പോലുള്ള ഭൂതം, വർത്തമാനം, ഭാവി എന്ന പരിമിതികളില്ല. മനുഷ്യന് ഭാവിയായിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിന് വ്യക്തമായി അറിയാം. അള്ളാഹു മനുഷ്യന് നൽകിയ ഇച്ഛയും തെരഞ്ഞെടുക്കാനുള്ള കഴിവും ഉപയോഗിച്ച് മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിന് ശാശ്വതമായി അറിയാം. ആ സമ്പൂർണ്ണ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ രേഖപ്പെടുത്തൽ മനുഷ്യന്റെ തീരുമാനങ്ങൾക്ക് കാരണമല്ല, അള്ളാഹുവിന്റെ സമ്പൂർണ്ണ അറിവിന്റെ രേഖ മാത്രമാണ്. അള്ളാഹു രേഖപ്പെടുത്തിയത് സംഭവിക്കാനിരുന്ന യഥാർത്ഥത്തെയാണ്. മനുഷ്യനെ അങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിക്കുന്നതിനായല്ല.
ഇനി ലളിതമായൊരു ചോദ്യം ചോദിക്കാം. നമ്മുടെ വിധി രേഖപ്പെടുത്തിയ ഗ്രന്ഥം ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ടോ? ഇല്ല. നാളെ എന്ത് ചെയ്യണമെന്ന് അതിൽ നോക്കിയിട്ടാണോ നമ്മൾ തീരുമാനിക്കുന്നത്? അല്ല. ഒരു മനുഷ്യൻ കള്ളം പറയാൻ പോകുമ്പോൾ എൻ്റെ വിധിയിൽ ഇന്ന് കള്ളം പറയുമെന്ന് എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കള്ളം പറയുന്നു എന്ന് അറിഞ്ഞുകൊണ്ടല്ല അയാൾ കള്ളം പറയുന്നത്. അയാൾ അള്ളാഹു നൽകിയ ഇച്ഛയും കഴിവും ഉപയോഗിച്ച് സ്വന്തം തീരുമാന പ്രകാരമാണ് ആ പ്രവൃത്തി തിരഞ്ഞെടുക്കുന്നത്. പിന്നീട് തെറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ചിലർ സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ എൻ്റെ വിധിയിൽ അങ്ങനെയായിരുന്നു എന്ന് പറയുന്നത്. പക്ഷേ ഒന്ന് ചിന്തിച്ചു നോക്കൂ, വിധിയിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അയാൾക്ക് മുമ്പേ അറിയില്ലായിരുന്നു. അറിയാത്ത ഒരു രേഖ അയാളുടെ തീരുമാനത്തിന് കാരണമാകുമോ? ഒരിക്കലുമില്ല, കാരണമാകാൻ കഴിയില്ല. ഇതൊരു ചെറിയ ഉപമയിലൂടെ മനസ്സിലാക്കാം. ഒരു പരിചയസമ്പന്നനായ അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയെ വർഷങ്ങളായി പഠിപ്പിക്കുന്നു. ആ കുട്ടിയുടെ കഴിവും പഠനരീതിയും അധ്യാപകന് നന്നായി അറിയാം. പരീക്ഷയ്ക്ക് മുമ്പ് അദ്ദേഹം തന്റെ സ്വകാര്യ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെക്കുന്നു: ഇവൻ ഏകദേശം 40 മാർക്ക് നേടും. പിന്നീട് പരീക്ഷാഫലം വന്നപ്പോൾ അത് തന്നെ സംഭവിച്ചു. അപ്പോൾ ചോദ്യം, അധ്യാപകൻ ഡയറിയിൽ എഴുതിയത് കൊണ്ടാണോ കുട്ടിക്ക് 40 മാർക്ക് കിട്ടിയത്? അല്ല. കുട്ടി എങ്ങനെ എഴുതുമെന്ന് അധ്യാപകന് മനസ്സിലായത് കൊണ്ടാണ് അദ്ദേഹം അത് രേഖപ്പെടുത്തിയതാണ്. കുട്ടിയെ അങ്ങനെ എഴുതാൻ നിർബന്ധിച്ചതല്ല. തീർച്ചയായും ഈ ഉപമ എല്ലാ നിലയിലും അള്ളാഹുവിന് തുല്യമല്ല. കാരണം അധ്യാപകന്റെ അറിവ് പരിമിതമാണ്, തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ അറിവ് സമ്പൂർണവും ശാശ്വതവുമാണ്. അതിൽ തെറ്റോ സംശയമോ ഒരിക്കലുമില്ല. ഈ ഉദാഹരണം ഒരു ലളിതമായ സത്യം വ്യക്തമാക്കാൻ മാത്രമാണ്. എഴുതവെക്കപ്പെട്ടു എന്നത് ഒരു പ്രവൃത്തി സംഭവിക്കാൻ കാരണമല്ല. അതിനാൽ ഓർക്കുക, അള്ളാഹു രേഖപ്പെടുത്തിയത് കൊണ്ടല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്, മറിച്ച് അള്ളാഹു മനുഷ്യന് നൽകിയ ഇച്ഛയും തെരഞ്ഞെടുക്കാനുള്ള കഴിവും ഉപയോഗിച്ച് മനുഷ്യൻ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിന് ശാശ്വതമായി അറിയാം. ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് അവൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് രേഖപ്പെടുത്തൽ നമ്മുടെ പ്രവർത്തികളെ നിയന്ത്രിക്കുന്ന ചങ്ങലയല്ല, അത് അള്ളാഹുവിന്റെ സമ്പൂർണ്ണ അറിവിന്റെ രേഖ മാത്രമാണ്. അതിനാൽ ഖദറിന്റെ രണ്ടാമത്തെ ഘടകം നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്: അള്ളാഹു എല്ലാ കാര്യങ്ങളും മുമ്പേ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആ രേഖ മനുഷ്യനെ നിർബന്ധിക്കുന്നില്ല. മനുഷ്യൻ അള്ളാഹു നൽകിയ ഇച്ഛയും കഴിവും ഉപയോഗിച്ചാണ് തെരഞ്ഞെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു മനുഷ്യനെ അവന്റെ പ്രവർത്തികളുടെ അടിസ്ഥാനത്തിൽ നീതിപൂർവം വിചാരണ ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹുവിന്റെ അറിവും രേഖപ്പെടുത്തലും മനുഷ്യനെ നിർബന്ധിപ്പിക്കുന്നില്ല എന്നതാണ്. അള്ളാഹുവിന്റെ ഇച്ഛയില്ലാതെ ഒരില പോലും അനങ്ങില്ലെങ്കിൽ മനുഷ്യന് സ്വന്തമായി തിരഞ്ഞെടുക്കാനാകുമോ? മനുഷ്യൻ പ്രവർത്തിക്കുമ്പോൾ അതിനെ സൃഷ്ടിക്കുന്നത് ആരാണ്? വിധിവിശ്വാസത്തിൽ പലർക്കും തെറ്റുപറ്റുന്ന ആ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം ഖദറിന്റെ അവസാന 2 ഘടകങ്ങളായ അള്ളാഹുവിന്റെ ഇച്ഛയും സൃഷ്ടിക്കലും വിശദീകരിക്കുന്ന 2ാം ഭാഗത്തിൽ നമുക്ക് കാണാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. പാർട്ട് 2 അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ഐക്കൺ കൂടി അമർത്തി വെക്കുക. അടുത്ത എപ്പിസോഡിൽ കാണാം. അസ്സലാമു അലൈക്കും.